എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മുടെ ചാനലിൽ 10,000 സബ്സ്ക്രൈബേഴ്സ് ആയിട്ടുള്ള ആദ്യത്തെ വീഡിയോ ആണ്. നമ്മൾ ഇന്ന് പോകുന്നത് മൈസൂരിലേക്കാണ്. അപ്പോൾ മൈസൂരിലേക്ക് പോകാനായിട്ട് നമ്മൾ കേരളത്തിൽ നിന്നാണെങ്കിൽ എല്ലാ ദിവസവും നമുക്ക് ട്രെയിൻ അവൈലബിൾ ആണ്. ട്രിവാൻഡ്രം നോർത്ത് നിന്ന് വൈകുന്നേരം 5:20 സ്റ്റാർട്ട് ചെയ്യുന്ന ട്രെയിൻ പിറ്റേന്ന് രാവിലെ 11:15 മൈസൂരിൽ എത്തിച്ചേരും. ഈ ട്രെയിനിൽ ടിക്കറ്റ് കിട്ടാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്, കാരണം എല്ലാ ദിവസവും ബുക്കിംഗ് ഒരുപാടുള്ള ട്രെയിനാണ്. അപ്പോൾ നമുക്ക് ടിക്കറ്റ് കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ തത്കാല ഓപ്ഷൻ എടുക്കാൻ പറ്റും. അല്ലാന്നുണ്ടെങ്കിൽ ബാംഗ്ലൂരിൽ ഇറങ്ങിയിട്ട് ബാംഗ്ലൂരിൽ നിന്ന് ഒരു 2.5 hour നമ്മൾ വേറെ ലോക്കൽ ട്രെയിനിൽ കയറിയാൽ നമുക്ക് മൈസൂരിൽ എത്താൻ പറ്റും. അല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് ബസ്സും ട്രൈ ചെയ്യാൻ പറ്റും. നമ്മളിപ്പോൾ ഇന്ന് മൈസൂരിലേക്ക് പോകുന്നത് ചെന്നൈയിൽ നിന്നാണ്. നമ്മൾ ചെന്നൈയിൽ വേറൊരു ആവശ്യത്തിന് വേണ്ടി വന്നതാണ്. അപ്പോൾ ചെന്നൈ ടു മൈസൂർ വന്ദേ ഭാരത് 6 മണിക്കൂർ മാത്രമാണുള്ളത്. അപ്പോൾ നമ്മൾ ചെന്നൈയിൽ നിന്ന് രാവിലെ 5:50 സ്റ്റാർട്ട് ചെയ്യുന്ന വന്ദേ ഭാരത് ഉച്ചയ്ക്ക് 12 മണിക്ക് മൈസൂരിൽ എത്തിച്ചേരും. ഇതിൻ്റെ എക്കണോമിക് ടിക്കറ്റ് വന്നിട്ട് 1240 രൂപയും എക്സിക്യൂട്ടീവ് ചെയർ വന്നിട്ട് 2400 രൂപയുമാണ് ചാർജ് വരുന്നത്. അപ്പോൾ നമ്മൾ മൈസൂരിൽ പോകുമ്പോഴത്തേക്ക് മിനിമം ഒരു 2 to 3 days ആണ് നമുക്ക് മൈസൂർ ഫുള്ളായിട്ട് എക്സ്പ്ലോർ ചെയ്യാനായിട്ട് വേണ്ടത്. മൈസൂരിൽ നമുക്ക് ടാക്സി ബുക്ക് ചെയ്യാനായിട്ട് യൂബറും അതേപോലെ റാപ്പിഡോയും അവൈലബിൾ ആണ്. നമ്മൾ യൂബർ ബുക്ക് ചെയ്തിട്ട് താമസിക്കുന്ന ഹോട്ടലിൽ എത്തിയിട്ടുണ്ട്. നമ്മൾ താമസിക്കുന്ന റാഡിസൺ ബ്ലൂവിലാണ്. മൈസൂരിൽ വരുമ്പോഴത്തേക്ക് നമ്മളെ ബഡ്ജറ്റിന് അനുസരിച്ചിട്ടുള്ള ഒരുപാട് ഹോട്ടൽസ് അവൈലബിൾ ആണ്. അപ്പോൾ നിങ്ങളത് ഹോട്ടൽ ബുക്ക് ചെയ്യാനായിട്ട് അഗോഡ പ്രിഫർ ചെയ്യുന്നു. അഗോഡയോ booking.com നോക്കി നമ്മുടെ ബഡ്ജറ്റ് എന്താണോ അതനുസരിച്ചിട്ടുള്ള ഹോട്ടൽ ബുക്ക് ചെയ്യുക. കൊട്ടാരങ്ങളുടെ നഗരം എന്നാണ് മൈസൂരു അറിയപ്പെടുന്നത്. മൈസൂരിലെ തന്നെ ഏറ്റവും പ്രസിദ്ധമായ കൊട്ടാരവും ഇത് തന്നെയാണ്. വാടിയാർ രാജാക്കന്മാർ 14-ാം നൂറ്റാണ്ടിലാണ് ആദ്യമായിട്ടൊരു കൊട്ടാരം നിർമ്മിക്കുന്നത്. എന്നാൽ പിൽക്കാലത്ത് ഇത് പലവട്ടം തകർക്കപ്പെടുകയും പുനർനിർമ്മിക്കപ്പെടുകയും ഉണ്ടായി. നമ്മൾ ഇന്ന് ഈ കാണുന്ന കൊട്ടാരത്തിൻ്റെ നിർമ്മാണം 1897 ആരംഭിക്കുകയും 1912 ഇതിൻ്റെ പണി പൂർത്തിയാവുകയും ചെയ്തിട്ടുണ്ട്. പിന്നീട് ഇതിനെ ഓരോരോ ഭാഗം ഘട്ടങ്ങളായിട്ട് വിസ്തൃതപ്പെടുത്തുകയാണ് ചെയ്തിട്ടുള്ളത്. ഇന്ന് ഇന്ത്യയിലെ ഒരു പ്രധാന വിനോദസഞ്ചാര കേന്ദ്രം കൂടിയാണ് നമ്മൾ ഈ കാണുന്ന മൈസൂർ കൊട്ടാരം. പ്രതിവർഷം ഏകദേശം 27 ലക്ഷത്തോളം സഞ്ചാരികൾ ഈ കൊട്ടാരം സന്ദർശിക്കുന്നുണ്ട്. എല്ലാവരിൽ നിന്നും പ്രവേശന ഫീസായിട്ട് 100 രൂപ ചാർജ് ഈടാക്കുകയും ചെയ്യും. അതേപോലെ തന്നെ വിദേശ പൗരനാണെങ്കിൽ 1000 രൂപയാണ് കൊട്ടാരത്തിനകത്ത് പ്രവേശിക്കുന്നതിനായിട്ടുള്ള ഫീസായിട്ട് എടുക്കുന്നത്. ഇതിൻ്റെ വാസ്തുവിദ്യ നമ്മൾ നോക്കുകയാണെങ്കിൽ ഇൻഡോ സാർസനിക് എന്നറിയപ്പെടുന്ന ഒരു മിക്സഡ് ശൈലിയാണ് ഉപയോഗിച്ചിരിക്കുന്നത്. അതായത് കൊട്ടാരത്തിൻ്റെ നിർമ്മാണത്തിന് ഹിന്ദു, രജപുത്ര, ഗോത്തിക്, ഇസ്ലാം വാസ്തുവിദ്യകളുടെ സങ്കര രൂപമാണ് ഉപയോഗിച്ചിരിക്കുന്നത്. ഹെൻറി ഇർവിൻ എന്ന ബ്രിട്ടീഷുകാരനാണ് കൊട്ടാര സമുച്ചയത്തിൻ്റെ വാസ്തുശില്പിയായിട്ട് അറിയപ്പെടുന്നത്. ഈ കൊട്ടാരത്തിൽ നമ്മൾ കാണുന്ന ചിത്രപ്പണികളെല്ലാം രാജാ രവിവർമ്മയാണ് ചെയ്തിരിക്കുന്നത്. എല്ലാ വർഷവും ശരത്കാലത്ത് നടക്കുന്ന മൈസൂർ ദസറ മഹോത്സവത്തിൻ്റെ പ്രധാന വേദി കൂടിയാണ് ഈ മൈസൂർ കൊട്ടാരം വരുന്നത്. പിന്നെ നമുക്ക് എല്ലാം അറിയാവുന്നതും നമ്മളെല്ലാം കഴിച്ചിട്ടുള്ളതുമായ മൈസൂർ പാക്ക് എന്ന പലഹാരം ഇവിടുത്തെ കുക്കായിരുന്ന കാകാസുര മാടപ്പയാണ് ആദ്യം ഉണ്ടാക്കിയതായി അറിയപ്പെടുന്നത്. മൈസൂർ പാലസിൽ വരുമ്പോൾ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട 2 കാര്യങ്ങൾ. ഒന്ന്, ഡ്രസ് കോഡും കാര്യങ്ങളൊന്നുമില്ല, നമുക്ക് ഏത് ഡ്രസ്സ് ഇട്ടുകൊണ്ടെങ്കിലും കയറാം. രണ്ടാമത്തെ കാര്യം, ഫുഡ് വിയർസ് അകത്ത് നമുക്ക് അലൗഡ് അല്ല. അപ്പോൾ പുറത്തത് സൂക്ഷിക്കാനുള്ള സ്ഥലമുണ്ട്. അപ്പോൾ അത് നമ്മളിവിടെ കൊടുത്തിട്ടാണ് നമുക്ക് അകത്തേക്ക് കയറാൻ പറ്റുന്നത്. അടുത്ത നമ്മൾ മൈസൂരിൽ വരുമ്പോഴത്തേക്ക് ഈ ഗോൾഡൻ ചാരിയോട്ട് എന്ന് പറഞ്ഞത് ഈ വണ്ടികളിലൊന്ന് കയറണം കേട്ടോ. അടുത്തത് നമുക്ക് പോകേണ്ടത് ബൃന്ദാവൻ ഗാർഡൻസിലേക്കാണ്. മൈസൂരിൽ നമ്മൾ താമസിക്കുന്നത് ടൗണിലാണ്. അപ്പോൾ ഇവിടുന്ന് ഏകദേശം ഒരു 12 കിലോമീറ്റർ അകലെയാണ് ബൃന്ദാവൻ ഗാർഡൻസ്.
അപ്പോൾ ഈ പൂന്തോട്ടത്തെക്കുറിച്ച് പറയുകയാണെങ്കിൽ കാവേരി നദിക്ക് കുറുകെ നിർമ്മിച്ച കൃഷ്ണരാജസാഗര അണക്കെട്ടിനോട് ചേർന്നാണ് ഇത് സ്ഥിതി ചെയ്യുന്നത്. 1927 നിർമ്മാണം ആരംഭിച്ച ഈ ഉദ്യാനം 1932 പൂർത്തീകരിച്ചത്. പ്രതിവർഷം 2 ദശലക്ഷം വിനോദസഞ്ചാരികൾ സന്ദർശിക്കുന്ന ഈ ഉദ്യാനം മൈസൂരിലെ പ്രധാന ആകർഷണങ്ങളിൽ ഒന്ന്. അടുത്തത് പോകുന്നത് ലോകരഞ്ജൻ അക്വാ വേൾഡ് എന്നുള്ള ഒരു അണ്ടർ വാട്ടർ സോണിലോട്ടാണ്. മൈസൂരിലെ 4.3 റിവ്യൂ ഉള്ള കിഡ്സുമായിട്ടൊക്കെ പോകാൻ പറ്റുന്ന അടിപൊളി എക്സ്പീരിയൻസ് ഉള്ളൊരു സ്ഥലമെന്നാണ് മൊത്തത്തിൽ കണ്ടത്. നമുക്ക് എന്തായാലും ഒന്ന് കയറിയിട്ട് പോവാം. അഡൽട്ടിന് വന്നിട്ട് 199, 3 വയസ്സിന് മേളിലുള്ള കുട്ടികൾക്ക് 149 രൂപയാണ് ടിക്കറ്റ്. 3 ഇയേഴ്സിന് താഴോട്ടുള്ള കുട്ടികൾക്ക് ടിക്കറ്റ് ഫ്രീ ആണ്. നമുക്ക് എന്തായാലും അകത്ത് കയറിയിട്ട് ഇവിടുത്തെ കാര്യങ്ങൾ എങ്ങനെയാണെന്ന് നോക്കാം. നമുക്കിനി വൈകുന്നേരം വന്നിട്ട് പാലസിൻ്റെ ലൈറ്റ് ആൻഡ് ഷോ കാണാൻ പോകണം. അപ്പോൾ ആ ഒരു ടൈമിൽ നമുക്ക് എക്സ്പ്ലോർ ചെയ്യാൻ പറ്റുന്നൊരു ഭാഗമാണിത്. അപ്പോൾ നമ്മൾ അക്വാ വേൾഡൊക്കെ കണ്ടിട്ട് നേരെ ഹോട്ടലിൽ പോയി റെസ്റ്റൊക്കെ എടുത്തിട്ട് ഇപ്പോൾ വൈകുന്നേരം 6:30 7 മണിക്കാണ് പാലസിൻ്റെ ലൈറ്റ് ആൻഡ് ഷോ തുടങ്ങുന്നത്. അപ്പോൾ നമ്മൾ കറക്റ്റ് 7 മണിക്ക് അവിടെ ചെന്നാൽ നമുക്ക് ടിക്കറ്റ് കിട്ടില്ല. അവർ ഗേറ്റ് ക്ലോസ് ചെയ്യും. 50 രൂപയാണ് ഒരാൾക്ക് ടിക്കറ്റ് ചാർജ് വരുന്നത്. അപ്പോൾ നമ്മൾ നേരെ അകത്ത് കയറിയിട്ടുണ്ട്. പിന്നെ ഇവിടെ ലൈറ്റ് ആൻഡ് ഷോയ്ക്ക് വരുമ്പോഴത്തേക്ക് പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ ഇവരുടെ ഈ ഒരു ലൈറ്റ് ആൻഡ് ഷോയിലുള്ള ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് ഫുള്ള് കന്നഡയിലാണ്. ഹിന്ദിയിലോ ഇംഗ്ലീഷിലോ ഒന്നും ഇല്ലാത്തതുകൊണ്ട് അവർ പറയുന്നത് എന്താണെന്നോ അല്ലെങ്കിൽ ഈ ലൈറ്റ് ആൻഡ് ഷോ തുടങ്ങി എന്നുള്ളത് പോലും നമുക്ക് മനസ്സിലായത് ഈ ഷോ കംപ്ലീറ്റ് കഴിഞ്ഞതിന് ശേഷമാണ്. അപ്പം നമ്മളെ മൈസൂർ വീഡിയോ ഇതോടുകൂടി ഇവിടെ അവസാനിക്കുകയാണ്. എല്ലാവർക്കും അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ബൈ ബൈ.